മഹാഭാരത യുദ്ധം തുടങ്ങുവാൻ സമയമായി. എല്ലാ രാജ്യങ്ങളിൽ നിന്നും പല രാജാക്കന്മാർ അവരുടെ സൈന്യത്തോടു കൂടി രണ്ട് പക്ഷങ്ങളിലും വന്നു ചേർന്നു. എന്നാൽ ആ അവസാന നിമിഷത്തിലും പാണ്ഡവന്മാർ സന്ധി സംഭാഷണത്തിനായി ഒരുങ്ങി. ഒരു പുരോഹിതനെ ഹസ്തിനാപുരത്തിലേക്ക് അയക്കുന്നു. എന്നാൽ ദുര്യോധനൻ ആ പുരോഹിതന്റെ വാക്യങ്ങളൊന്നും ശരിവച്ചില്ല. എന്നാൽ ധൃതരാഷ്ട്ര മഹാരാജാവ് അടങ്ങുന്ന മുതിർന്നവർ ഏവരും ദൂതിനെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ധർമ്മപുത്രർക്ക് തിരികെ സന്ദേശം നൽകുവാനായി ദൂതനെ അങ്ങോട്ട് അയക്കുന്നു. അതായത് ഉപപ്ലാവൃത്തത്തിലേക്ക് അയക്കുന്നു. അത് സഞ്ജയൻ എന്ന ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മന്ത്രിപ്രമുഖനെ ആകുന്നു. അദ്ദേഹത്തെ അവിടേക്ക് അയച്ച് സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നു. സഞ്ജയൻ അവിടെ ചെന്നുകൊണ്ട് അത്യധികം ഭക്തിയോടുകൂടി ധർമ്മപുത്രരോട് പറയുന്നു, ധാർതരാഷ്ട്രന്റെ ഭാഗത്ത് പാപാത്മാക്കളായ ചിലരുണ്ടെങ്കിൽ വൃദ്ധന്മാരായ സജ്ജനങ്ങളും പലരുമുണ്ട്. ശത്രുക്കൾക്ക് പോലും വേണ്ടുന്നതൊക്കെ കൊടുക്കുന്ന ദുര്യോധനൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിൽ ഒട്ടും മടി കാണിക്കാറില്ല. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഗതി ധമ്യമല്ല, ദ്രോഹം ധർമ്മവുമല്ല. ആ ദുരാചാര്യൻ സാധുവൃദ്ധന്മാരായ നിങ്ങളെ ദ്രോഹിക്കുന്നത് ധൃതരാഷ്ട്രന്റെ അറിവോടുകൂടിയല്ല. ആ വൃദ്ധൻ വ്യസനിക്കുകയാണ് ചെയ്യുന്നത്. മിത്രങ്ങളെ ദ്രോഹിക്കുന്നത് മഹാപാപം ആകുന്നു. ബ്രാഹ്മണന്മാരിൽ നിന്ന് അദ്ദേഹം അത് കേൾക്കുന്നുമുണ്ട്. യുദ്ധത്തിന് ശംഖും പെരുമ്പറയും മുഴങ്ങുമ്പോൾ ഭവാനും അർജുനനും ഭീമനും മാദ്രേയന്മാരും മഹാരഥന്മാരും ഒരു കൂസലം കൂടാതെ യുദ്ധക്കളത്തിൽ സഞ്ചരിച്ച് സൈന്യങ്ങളിൽ ശരവർഷം ചൊരിയും. അങ്ങനെയുള്ള ആ ഭാവം അവിടെ എല്ലാവരുടെയും സ്മരണയിൽ കാണുന്നുണ്ട്. എന്നാൽ വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി കാണുവാൻ നമുക്ക് കഴിയില്ലല്ലോ. ഭവാൻ എല്ലാ ധർമ്മങ്ങളും തികഞ്ഞവൻ ആകുന്നു. എന്നിട്ടും കഷ്ടപ്പെട്ടില്ലേ? കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചറിഞ്ഞ് ഭവാൻ എല്ലാ ബുദ്ധിമുട്ടും കൊണ്ട് ചിന്തിച്ച് ശരിയാക്കി ജീവിച്ചു. ഇന്ദ്രന് തുല്യന്മാരാകുന്ന പാണ്ഡവന്മാർ കാമത്തിന് വേണ്ടി ധർമ്മത്തെ ഉപേക്ഷിക്കുകയില്ലെന്ന് ഞാൻ കരുതുന്നു. ഭവാൻ ബുദ്ധി കൊണ്ട് എല്ലാം അറിഞ്ഞ് അവർക്കും എല്ലാവർക്കും സുഖമുണ്ടാകുന്ന രീതിയിൽ ശരിപ്പെടുത്തിയാലും പാണ്ഡവന്മാരും ധാർതരാഷ്ട്രന്മാരും ശൃഞ്ജയന്മാരും മറ്റ് രാജാക്കന്മാരും ഇത് ധരിക്കേണ്ടത് ആകുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവ് എന്നോട് പറഞ്ഞയച്ചത് ഇങ്ങനെ ഞാൻ ഭവാനെ അറിയിക്കുന്നു. അമാത്യന്മാരോടും പുത്രന്മാരോടും ചേർന്ന് രാജാവെ ഭവാൻ കേട്ടാലും. സഞ്ജയൻ ഇപ്രകാരം ആ ദൂത് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, സഞ്ജയ, ഇതാ എൻ്റെ ഭ്രാതാക്കളും കൃഷ്ണനും സാത്വകിയും വിരാടനും എത്തിയിരിക്കുന്നു. എന്താണ് ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞയച്ചിരിക്കുന്നത് എല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞാലും. ധർമ്മപുത്രര് ഇങ്ങനെ ആരാഞ്ഞപ്പോൾ സഞ്ജയൻ പറഞ്ഞു തുടങ്ങി, ധർമ്മജനും ഭീമസേനനും അർജുനനും നകുല സഹദേവന്മാരും വാസുദേവനും ശൈനേയനും വിരാടനും വൃദ്ധനായ പാഞ്ചാലനും മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുത്രനാകുന്ന ദൃഷ്ടദ്യുമ്നനും ചേകിതാനൻ എന്നിങ്ങനെ മറ്റ് എല്ലാവരും ചേർന്നിരിക്കുന്ന ആ സഭയിൽ ആ സഞ്ജയൻ പറഞ്ഞു തുടങ്ങി, കൗരവന്മാരുടെ ശ്രേയസിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ധൃതരാഷ്ട്ര മഹാരാജാവ് നല്ലത് നിശ്ചയിച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് തിടുക്കത്തോടെ അയച്ചിരിക്കുന്നത്. ഭ്രാതാക്കന്മാരോടും പുത്രന്മാരോടും സ്വജനങ്ങളോടും കൂടി ധർമ്മപുത്രന് നല്ലത് വരട്ടെ. സർവസമ്പന്നന്മാരാകുന്നുവല്ലോ പാണ്ഡവന്മാർ. നിങ്ങൾ നിലതെറ്റാതെ നേർവഴിക്ക് തന്നെ ഇണങ്ങിച്ചേരുന്നവർ ആകുന്നു. ഉഗ്രമായ കർമ്മങ്ങളിൽ വെറുപ്പും അരുതാത്തവരാകുന്നു. ലജ്ജയുള്ള കർമ്മനിശ്ചയന്മാരാകുന്നു നിങ്ങൾ. കുലജാതന്മാരാകുന്നു നിങ്ങൾ. സാധുവൃദ്ധന്മാരായ നിങ്ങൾക്ക് ക്രൂരകർമ്മങ്ങൾ യോജിക്കുന്നതല്ല. നിങ്ങളിൽ വല്ല പാപകർമ്മങ്ങളും ചേർന്നാൽ അത് ശുഭ്രമായ കാര്യമല്ല. യുദ്ധം നേരിടേണ്ടി വന്നാൽ സർവക്ഷയമാകും ഉണ്ടാവുക. ഇത് നിങ്ങൾ ചിന്തിക്കണം. എല്ലാം നശിക്കും. സാത്വികിയുടെയും ദൃഷ്ടദ്യുമ്നന്റെയും ബാഹുക്കൾ കേശവനോടുകൂടി നിൽക്കുമ്പോൾ നിങ്ങൾ ഇന്ദ്രന്റെ സഹായത്തോടെ നിൽക്കുന്ന ശത്രുവിനെ പോലും ജയിക്കും. അത് നിശ്ചയമായ കാര്യമാകുന്നു. അതുപോലെ തന്നെ ഭീഷ്മർ, ദ്രോണർ, അശ്വത്ഥാമാവ്, കൃപർ, കർണൻ
എന്നിവരുടെ രക്ഷയിൽ ശല്യാദി രാജാക്കന്മാരോട് കൂടി നിൽക്കുന്ന കൗരവന്മാരെ ജയിക്കുവാനും ആർക്കും സാധിക്കുകയില്ല. ധാർതരാഷ്ട്ര മഹാരാജാവിന്റെ ബലത്തെ ആരെങ്കിലും ജയിക്കുവാനുണ്ടോ? ഇങ്ങനെയുള്ള ജയവും പരാജയവും തുല്യമാകുന്നു. ആ ജയത്തിലോ പരാജയത്തിലോ ഞാൻ ഒരു ശ്രേയസ്സും കാണുന്നില്ല. ദുഷ്ടകുലജാതരായ നീചന്മാരെ പോലെ ധർമ്മത്തിന് വിരുദ്ധമായ കർമ്മം ചെയ്യുന്നത് പാണ്ഡവന്മാർക്ക് ചേർന്നതാണോ? അതുകൊണ്ട് കൗരവന്മാർ സ്വസ്ഥരായി ജീവിക്കുവോ? വസുദേവ പാഞ്ചാലന്മാർ പ്രസാദിക്കണമെന്ന് ഞാൻ ഇതാ തൊഴുതു കുമ്പിട്ട് ശരണം പ്രാപിക്കുന്നു. ഈ വാക്കിനെതിരായി കൃഷ്ണാർജുനന്മാർ പ്രവർത്തിക്കാതെ ഇരിക്കട്ടെ. യാചിക്കുന്നവർക്ക് പ്രാണൻ പോലും കൊടുക്കുന്നവരാണല്ലോ അവർ. അങ്ങനെയിരിക്കെ സന്ധിക്കുന്ന കാര്യം ഇവിടെ വന്ന് പറയുമ്പോൾ എനിക്കത് സാധിച്ചു തരണം. എൻ്റെ ഈ പ്രാർത്ഥന അവർ നിരസിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഭീഷ്മന്റെ സന്നിധിയിൽ വെച്ച് ധൃതരാഷ്ട്ര മഹാരാജാവ് എന്നോട് പറഞ്ഞയച്ച ശാന്തി വചനങ്ങൾ ആകുന്നു. അങ്ങനെ ശാന്തിയായി തന്നെ ഇത് ഭവിക്കട്ടെ. സഞ്ജയനോട് പറഞ്ഞയച്ച ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു. സഞ്ജയ, ഞാൻ യുദ്ധത്തെപ്പറ്റി യാതൊന്നും തന്നെ പറയുകയുണ്ടായില്ലല്ലോ. യുദ്ധത്തിൽ എന്താണിത്ര ഭയം? യുദ്ധത്തെക്കാൾ ശ്രേഷ്ഠമായത് ഒന്നും തന്നെയില്ല. യുദ്ധം കൂടാതെ കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ പിന്നെ യുദ്ധത്തിന് ആരാണ് ഒരുങ്ങുന്നത്? പുരുഷൻ വിചാരിക്കുന്ന കാര്യങ്ങൾ പരിശ്രമം കൂടാതെ സിദ്ധിക്കുമെങ്കിൽ പിന്നെ കർമ്മങ്ങളിൽ ആരെങ്കിലും ഏർപ്പെടുമോ? കാര്യം സിദ്ധിക്കുന്നത് യുദ്ധത്തെക്കാൾ ലഘുവായ വേറെ മാർഗമെല്ലാം ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്? മനുഷ്യരാരും തന്നെ യുദ്ധത്തെ കാക്ഷിക്കുകയില്ല. ദൈവത്താൽ ശപിക്കപ്പെട്ടവൻ മാത്രമേ യുദ്ധത്തിന് മനസ്സ് വയ്ക്കുകയുള്ളൂ. പാർത്ഥന്മാരായ ഞങ്ങൾ ധർമ്മത്തിന് ഹിതമായി ലോകത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാകുന്നു. ഞങ്ങൾ സുഖം കാണുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു. ക്ലേശങ്ങൾ മാറ്റുവാൻ ആഗ്രഹിക്കുന്നവർ ആകുന്നു. ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്കായി രസങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അത് സുഖമാണെന്നും സുഖത്തെ അനുഭവിച്ച് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവർ അല്ല. കത്തിക്കുന്ന തീ ജ്വലിക്കുന്നത് പോലെ വർദ്ധിപ്പിക്കും. കാമമെരിയുന്ന തീയിൽ നെയ്യൊഴിക്കുന്നത് പോലെ ആകുന്നു. കാമാർത്ഥ ലാഭങ്ങൾ എത്രത്തോളം കിട്ടുന്നുവോ അത്രത്തോളം മനുഷ്യർ അതൃപ്തരായി വളരുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവിന് എത്ര മഹത്തായ ഭോഗസഞ്ചയമാണ് ഉള്ളതെന്ന് നോക്കൂ. അതിൽ തൃപ്തനാണെങ്കിൽ അദ്ദേഹം ഞങ്ങളെ ഓടിച്ച് ഞങ്ങളുടെ ഐശ്വര്യം കൈക്കലാക്കുമോ? മധുരമായ ഗാനം കേട്ട് ജീവിക്കുന്നവനല്ലേ അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം എന്തിനാണിങ്ങനെ കാമബുദ്ധിയോടെ ചിന്തിക്കുന്നത്? എന്റെ വാക്കുകൾ കുറച്ച് കടന്നു പോയെങ്കിലും പൂജാർഹനായ ഭവാൻ ക്ഷമിച്ചാലും. ഇതിനു മുൻപ് കൗരവന്മാർ ഞങ്ങളോട് ചെയ്ത കടുത്ത അനീതികളും ഞങ്ങൾ അനുഭവിച്ച മഹാക്ലേശങ്ങളും ആ സന്ദർഭത്തിലൊക്കെ ഞങ്ങൾ ധാർതരാഷ്ട്രന്മാരോട് കാണിച്ച പെരുമാറ്റങ്ങളും ഭവാൻ അറിഞ്ഞിരിക്കുന്നത് ആണല്ലോ. ഞങ്ങളുടെ നിലയ്ക്ക് ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ല. ഭവാൻ പറഞ്ഞ വിധം ശമത്തിന്, അതായത് സന്ധിക്ക് ഞങ്ങൾ തയ്യാറാകുന്നു. ഞങ്ങളുടേത് ഞങ്ങൾക്ക് കിട്ടിയാൽ അത് നടപ്പിലാകും. ഭാരത രാജാവായി ദുര്യോധനൻ ഹസ്തിനാപുരം വാഴുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുള്ള കാര്യവും അല്ല. ഇന്ദ്രപ്രസ്ഥം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ ഈ മഹായുദ്ധത്തിൽ നിന്നും പിന്മാറുന്നത് ആകുന്നുവെന്ന് യുധിഷ്ഠിര മഹാരാജാവ് സഞ്ജയനോട് പറയുന്നു.